ഏലിയാണ് പ്രേതം പ്രേതം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അല്ലുസൻ വ്ളോഗ്സ്. നമ്മളിപ്പോൾ ബോളിവുഡ് വേൾഡിൽ എത്തിയിട്ടുണ്ട്. ഡേ 2 ആണ്. ഇപ്പോൾ നമ്മൾ ബോളിവുഡ് വേൾഡിലെത്തി. ഇപ്പോൾ നമ്മൾ ഉള്ളിൽ കയറാൻ നിൽക്കുകയാണ്. കാണാൻ എന്ത് രസമാണ്. നല്ല ഇവിടെ തന്നെ കുറേ അടിപൊളിയാക്കി പെർഫെക്റ്റായിട്ട് വെച്ചേക്കണു. അപ്പോൾ ഇനി ഉള്ളിൽ പോയാൽ എന്തായിരിക്കും. ഇപ്പം നമ്മൾ ഇനി ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ ചൈനയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ചൈനയിൽ പോയിട്ട് അവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് പോയിട്ട് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ചൈനീൻ്റെ എൻട്രൻസിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് കുറേ ബോട്ടിങ്ങും ചെറിയൊരു പുഴ പോലെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാ ചൈന കാണുന്നുണ്ട് നമുക്ക്. നമ്മുടെ എന്താണ് ഈ പക്ഷിന്റെ പേരെന്താണ് അറിയണോലൊന്ന് താഴെ കമന്റ് ചെയ്യുക. ആമസോണിയ ചൈനയിലില്ല നമ്മുടെ ഡ്രാഗൺ. ഇങ്ങോട്ട് നോക്കൂ, ഇതൊക്കെയാണ് കാഴ്ച. എൻ്റെ മോനെ, നമ്മുടെ ചൈനയിലെത്തിയിട്ടുണ്ട്. ചൈനയുടെ സെക്ഷൻ ചൈനയിലെത്തിയിട്ടുണ്ട്. ഇവിടെ അടിപൊളി സാധനങ്ങളായിട്ട് നമ്മളെ സിംഹം ചൈനത്തെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിക്കാണ്. അടിപൊളി കണ്ട നമ്മുടെ സിനിമനെ കാണിച്ചു തരാം. കോയ് കോയ് കോയ്, ദാ പൂച്ച, ദാ പൂച്ച, പൂച്ച, ദാ പൂച്ച. ബൈ ദ ബൈ, നമ്മൾ ഇത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വി ബുക്ക് എന്ന് പറഞ്ഞ ഒരു ആപ്പിലൂടെയാണ് നമ്മൾ ബുക്ക് ചെയ്യുക. ഇതെല്ലാവരും ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ബോളിവുഡ് ഇതിങ്ങനെ നമുക്ക് കിട്ടുക കേട്ടോ. വി ബുക്ക് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ഇത് എല്ലാത്തിലും നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങോട്ടൊക്കെ അമ്മേലേ എന്നാ എന്താ അതെന്താണ്? പാണ്ട, കുൻഫു പാണ്ടയാണ് ഗൈസ്, കുൻഫു പാണ്ട. ബിൽഡിങ്സ് ഒക്കെ അടിപൊളിയാണ് ഗൈസ്. അടിപൊളി ഹോട്ട് പോട്ട്. ഇത് നമ്മുടെ ഡ്രാഗൺസ് ഇവിടുത്തെ ലൈറ്റുകളൊക്കെ എന്തങ്ങനെ. അപ്പോൾ ഗൈസ്, ഇപ്പം നമ്മൾ ഫ്രാൻസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ഗുഹ പോലെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എൻട്രൻസ് ആയിട്ട് അവിടെ കുറേ മീനുകളും സാധനങ്ങളൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. ഇവിടെ ഇപ്പം തന്നെ നല്ല എക്സൈറ്റഡ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ എനിക്ക് നല്ല ത്രില്ല് അടിച്ചൊക്കെയായിരുന്നു. അവിടെ എന്താണ്ടൊക്കെ നമുക്ക് കാണാൻ ചെറുതായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. അത് വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഗൈസ്, ഇവിടെ അതാ ഒരു ഡ്രാഗൻ്റെ മുട്ടയൊക്കെ ഉണ്ട്. എന്തിൻ്റെ മുട്ടയെന്ന് എനിക്കറിയാം, അങ്ങനെ സാധനമുണ്ട്. അപ്പോൾ ഗൈസ്, ഇവിടെ ഒരു ടൈറ്റാനിക് വീണ് കിടക്കുന്നുണ്ട്. അതിൻ്റെ അപ്പോൾ ഒരു വലിയൊരു മീനും ഉണ്ട്. ടൈറ്റാനിക് നമ്മളെ അതിൻ്റെ ഇടയിൽ വലിയൊരു മീനും ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്കിതാ ജെയിൻ വീല്, ഒരു ഗ്ലോബ് അതിൻ്റെ അപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പം അവിടെ ഒരു പിരമീഡും കുറേ കാണാനുണ്ട്. ഈജിപ്താണോ എന്ന് സംശയം ഇല്ലാതില്ല അവിടെയല്ലോ എന്താപ്പോൾ പിരമീഡൊക്കെ. അപ്പോൾ ഇതെന്താ ഡ്രാഗണോ അല്ലേ, ഒരു മരമാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്കിതാ ഇവിടുത്തെ ഫ്രാൻസിലെ ബിൽഡിങ്സൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഫ്രാൻസിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടുത്തെ ബിൽഡിങ്സും വീടുകളൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിൻ്റെ അപ്പം വലിയൊരു സ്ക്രീനും അവിടെ ഉണ്ട്. അടിപൊളി ഉണ്ട്. അവിടെ മെയ്സ് ഉണ്ട് ഗൈസ്, ഒരു മെയ്സും ഉണ്ട്. അതിൻ്റെ അപ്പം നല്ല വലിയൊരു സ്ക്രീനാണ്.
ഫുള്ള് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പോലെ. ഇവിടെ അടിപൊളിയായിരുന്നു. അവിടെ എനിക്ക് നല്ല ഇഷ്ടമായി. ഇവിടെ ഓരോ ഡെക്കറേഷൻസൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. ഇവിടെ കാണാത്തവരൊക്കെ കണ്ടോളൂ. ഇങ്ങനെയാണ് അടിപൊളി വ്യൂ. ഇമ്മാതിരി ക്ലാരിറ്റി ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഗൈസ് നമ്മൾ തുർക്കിക്കാണ് പോകാൻ പോണത്. അടിപൊളി, കുഴപ്പമില്ല. നമ്മളെ ഇന്ത്യക്ക് മാച്ച് ആയിട്ടുണ്ട്. ഓ അടിപൊളി. ബോറില്ല എന്താ ഒരു ഫ്ലൈറ്റ് അല്ല, എന്താ ഒരു ഫ്ലൈറ്റ് തന്നെ പിടിച്ച് നിൽക്കുന്ന ഗുരില്ല. അടിപൊളി. സീനാണ് പെപ്പറാണ്. ഇങ്ങനെ തുർക്കിയിലൊക്കെ ഉണ്ടോ? നമ്മള് ചൈനയിലല്ലേ. അതാരാ അപ്പൊ നമുക്ക് നേരെ ഇത് കാണാൻ പറ്റുന്നത് നമ്മളെ ബോട്ടൊക്കെ ഇതാ. നമ്മളെ ബോട്ട് എല്ലാതും ഇപ്പോഴും നേരെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഷിപ്പിലും ഇതൊക്കെ ഉണ്ട്. അടിപൊളിയാണ്, സീനാണ്. എല്ലാവരും ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യണം. അമ്മാതിരി സീനാണ്. നമ്മളിനി ഇറാൻക്കാണ് പോകാൻ പോണത്. ഇവിടെ ഇങ്ങനെയൊക്കെ ഓരോ വീടുകളായിട്ടാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ റൈഡ് അടിപൊളി. ഇതിങ്ങനെ കറക്കണേ. കബിക്കൊന്ന് പോയേക്കാം. ഇവിടെ കുറെ വണ്ടികൾ. അവിടെ പെപ്സിൻ്റെ ഒരു ബോട്ടിൽ വെച്ചിട്ടു. നമ്മളെ ഒരു കാറുണ്ട്, അടിപൊളി കാറാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. കുറെ ഗെയിംസൊക്കെ ഉണ്ട്. അങ്ങോട്ട് വന്നപ്പോൾ ഒരു ട്രെയിനും കണ്ടു. ഇതിൻ്റെ പോകുമ്പോൾ അതോ അവിടെ ഒരു ബോംബ്, എന്താണ് ഒരു ബോംബൊക്കെ പൊട്ടിക്കുന്ന സാധനം. എന്താ പീരങ്കി. പിന്നെ ഇവിടെ കുറെ ഇതിപ്പോൾ ബനാനത് എന്ത് ഗെയിമാന്ന് എനിക്കറിയില്ല. ഒരു അപ്പോൾ ഗൈസ് ഇനി നമ്മളിത് ഗുഡ് ബൈക്കാൻ പോണത്. ഏതോ ജപ്പാന്. ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചില്ല റോബോ ഉണ്ട്. ഇതേതാ രാജ്യം എനിക്കറിയില്ല. ജപ്പാനാണോന്ന് സംശയമില്ല. അതില്ല ജപ്പാനാണോ കേട്ടാ. ഗോഗോ കുറേ ഐറ്റംസ് ഉണ്ട്. ഇത് ജപ്പാനാണ്. നമ്മളെ കട്ടാന എൻ്റെ ഫേവറേറ്റ് ആയ ഒരു ഹാറ്റ്. അടിപൊളി ഐറ്റംസ് ഉണ്ട്. ഇവിടെ ആനിമി ക്യാരക്ടേഴ്സ് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത് ഈ ജപ്പാനാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നാണ്. നമ്മളിനി നേരെ മെക്സിക്കോക്കാണ് പോകുന്നത്. മെക്സിക്കോയിലെ ഗേറ്റ് ഇതാ കിടക്കുന്നു. അവിടേക്കാണ് മെക്സിക്കോ, അവിടേക്ക് സ്പെയിൻ. സ്പെയിനിക്കാണ് നമ്മൾ പോണത്. അതപ്പുറത്തന്നെയാണ്. നമ്മളിനി എത്തിയിട്ടുണ്ട്. ഇവിടെ കടച്ചിക്കാണ്. നമ്മളിതാ കോക്കോമേലൻ. റോളർ കോസ്റ്റർ ഇതാ പോകുന്നു. ഇതാ മേലക്കെത്തി വരും. അപ്പൊ ഗൈസ് ഇപ്പൊ നമ്മൾ ഇനി നമ്മളെ സ്വന്തം ഇന്ത്യയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാ ഇവിടെ ഒരു ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഗൈസ് ഇന്ത്യൻ ടീമിലുള്ള കുറേ ഷോപ്സൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഗൈസ് ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയിക്കൊണ്ടിരിക്കണത്. നമ്മൾ ഫുഡൊന്നും അങ്ങനെ കഴിച്ചില്ല, അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. പിന്നെ ഗൈസ് നല്ലൊരു റെസ്റ്റോറൻറ്റ് തിരഞ്ഞ് നമ്മൾ ഇപ്പോൾ ഫ്രാൻസിലെത്തിയിട്ടുണ്ട്.
ഇനി ഇവിടുന്ന് നമ്മളെ ഇന്ത്യക്ക് തന്നെ പോകും. കാരണം നമ്മളെ ഇന്ത്യ ഫുഡ് തന്നെ ഉള്ളു നമുക്ക് പറ്റുക. അതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ പിന്നെയും അവിടേക്കുള്ളൊരു യാത്ര. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതവിടെ ഇപ്പോഴാണ് ഇത് ഓരോ സെലിബ്രേഷൻസും തുടങ്ങിക്കണത്. അടിപൊളി. പിന്നെ ഗൈസ് എനിക്ക് ഇവിടെ നല്ല ഇഷ്ടം. എന്തൊരു രസത്തിലാണ് ഈ ലേക്കൊക്കെ വരെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് നേരെ ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ഈ ലേക്കും പിന്നെ ഈ ലൈറ്റൊക്കെ കണ്ടോ അതിൻ്റെ ഒരു തീമിൽ ഇങ്ങനെ കത്തുന്നതൊക്കെ അടിപൊളിയാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. ഇവിടുന്ന് പിന്നെ നമ്മളെ ജെയിൻ വീല് ഗ്ലോബ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് ആ ഗ്ലോബിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. അപ്പം നമ്മളിതാ ഈജിപ്തിലാണ് കേട്ടോ ഗൈസ് ഇവിടെ ഉള്ളത്. നമ്മളവിടെ ക്ഷീണിച്ചിട്ട് ഇരുന്നേണ്. പിന്നെ ഗൈസ് ഈ ലേക്കിന് ഒരു ഗിന്നസ് റെക്കോർഡൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. പിന്നെ ഇവിടെ കുറേ ആൾക്കാർ ബോട്ടിങ്ങിനും പോകുന്നുണ്ട്. നമുക്ക് പറ്റണമെങ്കിൽ ജെയിൻ വീലിൽ എന്തെങ്കിലുമൊക്കെ കയറണം. അതൊക്കെ നോക്കണം. ഇവിടെ കുറേ നേരം നിൽക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ലൈറ്റും ലേക്കൊക്കെയാണ്. എനിക്ക് നല്ല അടിപൊളി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ വന്നിട്ട് ഇഷ്ടമായത് ഈ ഭാഗമൊക്കെ തന്നെയാണ്. പിന്നെ ഗൈസ് ഇതൊരു മാൻ മെയ്ഡ് ലേക്കാണ്. നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ആഫ്രിക്കയിലേക്കാണ് പോകുന്നത്. ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ ഓരോ ഭാഗങ്ങൾ അടിപൊളി. ആഫ്രിക്കത്തമാര് കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ആഫ്രിക്കക്കാർ ഓരന്നെ തലയിലൊരു സാധനങ്ങളും ഇതൊക്കെ വെച്ചിട്ട്. പിന്നെ കണ്ടോ ഈ ആഫ്രിക്കത്തെ ഓരോ മൃഗങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റാച്ചു ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ജിറാഫാണ് കാണുന്നത്. ഒരു പക്ഷിയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഗൈസ് ഇപ്പോൾ നമ്മൾ സിംഹത്തിന് ഫീഡ് ചെയ്യാൻ സ്ഥലത്തേക്കാണ് വന്നിരിക്കണത്. അവിടെ ഒരു കൂട്ടുകാർ അവിടെ ഫീഡ് ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി അത് വേറൊരു സിംഹം പോകുന്നുണ്ട്. ഈ ഗ്ലാസിൻ്റെ ഇതിനെ കാണാൻ നമുക്ക് ഫ്രീ ആണ്. നമുക്ക് ഫീഡ് ചെയ്യുകയാണെങ്കിൽ 25 റിയാലാണ് വേണ്ടത്. അപ്പം നമ്മളെന്തായാലും തൽക്കാലത്തിന് കാണുക ചെയ്യണത്, ഫീഡ് ചെയ്യണമൊന്നുമില്ല. അപ്പം ഗായ്സ് നമ്മളിനി നമ്മുടെ ഈജിപ്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് അവിടെ കുറേ എന്തൊരു സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പേരൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമുക്കിനി ഈജിപ്തിലേക്കാണ് നടന്നു തുടങ്ങാം. അപ്പോൾ ഗൈസ് ഇവിടെ അതാ കുറേ മമ്മീസൊക്കെ ഉണ്ട്. എത്രങ്ങാനും വലിയ മമ്മീസൊക്കെ ഉണ്ടാവും എനിക്കറിയില്ല. എന്തെങ്കിലും ആട്ടെ. അപ്പോൾ നമ്മളിതാ ഈജിപ്തിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ എന്തൊക്കെ ചരിത്രങ്ങൾ എന്തെങ്കിലും ആയിരിക്കും. അവിടെ ബോർഡിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ നടുവിൽ ചെറിയൊരു സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെ കുറേ പിരമിഡുകളുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ റെസ്റ്റോറൻറ്റുകളാണ്. ഇവിടെ ഒരു ഏലിയനൊക്കെ ഉണ്ട് ഗൈസ്. ജെന്നുവിനോട് എന്തൊക്കെ കാട്ടാൻ എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഗൈസ് ഇതാ നമ്മുടെ ഈജിപ്തിലെ മസാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. മസാർ അടിപൊളി. ഇതിപ്പോൾ സ്നാക്സും ഇതൊക്കെയാണ് ഇവിടെ ഗൈസ്. ഇവിടെ നേരത്തെ കണ്ടമാതിരി ഓരോ ഐറ്റംസാണ്. അപ്പം ഗൈസ് നമ്മളെ അലാവുദ്ദീൻ്റെ മാന്ത്രിക വിളക്കാണ് ഈ കാണുന്നത്. അതാ പ്രേതം വന്നു. പിന്നെ ഗൈസ്
ഇവിടെ ബോളിവുഡ് വേൾഡിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് കൾച്ചറിൽ പോയാലും കൾച്ചർ മീൻസ് എന്താ പറയുക ഒരു രാജ്യത്തിൽ പോയാലും നമുക്ക് ലേക്സ് ഇവിടെ ഇല്ല വലിയ ലേക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ആ ജെയിൻ വീലും ഗ്ലോബൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കേബിൾ കാറിലാണ് പോയിക്കൊണ്ടിരിക്കണത്. നമ്മൾ ബോളിവുഡ് സിറ്റിക്കാണ് പോയിക്കൊണ്ടിരിക്കണത്. ആദ്യം നമ്മൾ ബോളിവുഡ് വേൾഡിൽ നിന്ന് കയറി ചെയ്യുക. അതിന് 25 റിയാലാണ് ഉള്ളത്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നിട്ട് എല്ലാതും കാണാം. ബോളിവുഡ് വേൾഡ് മൊത്തം കാണാം. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി വേറെയും വണ്ടികളൊക്കെ പോകുന്നുണ്ട്. പിന്നെ നമ്മളെ അവിടുത്തെ റോഡൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാ ഗൈസ് നമ്മുടെ ചൈന ആൻഡ് നമ്മുടെ വലിയ മല. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ വന്നിട്ടുണ്ട്. ബോളിവുഡ് വേൾഡിൽ നിന്ന് പാർക്കിംഗ് ഏരിയക്ക് കുറേ ദൂരമുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ പാർക്കിംഗ് ഏരിയൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഗൈസ് ഈ കേബിൾ കാറിൽ കയറിയാൽ ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് ഈ ബോളിവുഡ് വേൾഡും ഫുള്ള് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്കൊരു എക്സ്പീരിയൻസും കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഗൈസ് ഇത്രയും നമ്മളെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.